മഹിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയുള്ളൂ. അവൾക്കാണെങ്കിൽ മര്യാദയ്ക്കൊന്ന് അരുണേട്ടനെ കാണാൻ പോലും കിട്ടിയിട്ടില്ല. കാരണം അവന് വേറെ ജില്ലയിലാണ് ജോലി. പോയി കഴിഞ്ഞാൽ 2-3 മാസം കൂടുമ്പോഴേ ലീവ് എടുത്ത് നാട്ടിലോട്ട് വരികയുള്ളൂ. അതും 2-3 ദിവസം മാത്രമേ ലീവ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മഹിമ ആ കാര്യത്തിൽ ഒട്ടും തൃപ്തി വരാതെ ഇങ്ങനെ വിഷമിച്ച് പോവുകയായിരുന്നു. അങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അവൾ അമ്മായിയച്ഛൻ്റെ തയ്യൽക്കടയിൽ പഠിക്കാൻ പോകാൻ തുടങ്ങി. പ്രായം കുറച്ചായെങ്കിലും നല്ല ആരോഗ്യവും യുവാക്കളുടെ മനസ്സുമുള്ള ഒരാളാണ് അമ്മായിയച്ഛനെന്ന് അവൾ ഉടനെ തന്നെ മനസ്സിലാക്കി. അതിനാൽ തന്നെ അവൾ അയാളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവളുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലേഡീസ് ഓൺലി തയ്യൽ കടയായതുകൊണ്ട് തന്നെ അവിടെ തയ്പ്പിക്കാൻ പെണ്ണുങ്ങൾ മാത്രമേ വരാറുള്ളൂ. മാത്രമല്ല അവിടെ വരുന്ന ഒട്ടുമിക്ക പെണ്ണുങ്ങളെയും അമ്മായച്ഛന് നല്ല പരിചയവുമാണ്. അവരോട് വാത്തോരാതെ സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ചിലരോടുള്ള സംസാരമൊക്കെ കേട്ടപ്പോൾ മഹിമയ്ക്ക് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. കടയിൽ അവളും അമ്മായിയച്ഛനും സരിതാൻ്റെയും പിന്നെ 2 പെൺപിള്ളേരുമാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ വൈകിട്ട് 4:30 മണിക്ക് പോകുമ്പോൾ മഹിമ അമ്മായിയച്ഛൻ്റെ കൂടെ 6 മണിക്കോ ചിലപ്പോൾ ജോലി കൂടുതലുണ്ടാകുമ്പോൾ 8 മണിക്കൊക്കെ ആയിരിക്കും വീട്ടിലോട്ട് പോവുക. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കടയിൽ തിരക്കായതുകൊണ്ട് കട അടക്കാൻ ഇച്ചിരി വൈകിയിരുന്നു. രാത്രി 9 മണിയായി. അവളും അമ്മായിയച്ഛനും അങ്ങനെ നടന്നു വരികയാണ്. ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ചുറ്റിലും മരങ്ങളും പച്ചപ്പും തന്നെയാണ്. പകൽ സമയത്ത് അതൊക്കെ കാണുമ്പോൾ നല്ല ദൃശ്യവിസ്മയം തോന്നുമെങ്കിലും രാത്രി കാലങ്ങളിൽ ഇച്ചിരി പേടി തോന്നുകയും ചെയ്യും. അങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ട് നടക്കുന്ന അമ്മായച്ചനോടൊപ്പം മഹിമ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു. അവിടം ഗ്രാമപ്രദേശമായതുകൊണ്ട് ചുറ്റിലും മരങ്ങളും പച്ചപ്പും തന്നെയാണ്. പകൽ സമയത്ത് ഈ കാഴ്ച വളരെ ഭംഗി തോന്നിപ്പിക്കുമെങ്കിലും രാത്രി സമയത്ത് ഇച്ചിരി പേടി തോന്നിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ട് നടക്കുന്ന അമ്മായച്ചനോടൊപ്പം മഹിമ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു. മഹിമ ചോദിച്ചു, കടയിൽ വരുന്ന പലരോടും അച്ഛൻ നല്ല കമ്പനിയാണല്ലോ. ഹോ, എന്തൊരു തമാശയും സംസാരവുമാ. എല്ലാം ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ ചെറു പുഞ്ചിരിയാലെ അവളെ നോക്കി. അതേ മോള് പറഞ്ഞത് ശരിയാ. കടയിൽ പലതരത്തിലുള്ള ആളുകൾ വരും. അവരോട് നമ്മൾ നല്ല തഞ്ചത്തിൽ സ്നേഹത്തോടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പെരുമാറണം. അങ്ങനെ നിന്നാലേ കസ്റ്റമർ എപ്പോഴും നമ്മുടെ കടയിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ അവർ വേറെ കട നോക്കി പോകും. അതുകൊണ്ട് അവിടെ വരുന്ന പലരുടെയും പെരുമാറ്റവും അതിനൊത്തുള്ള എൻ്റെ പെരുമാറ്റവും മോള് കണ്ണിൽ നടിക്കണം കേട്ടോ. ശരിയാച്ചാ, അവൾ തലയാട്ടി. പിന്നെ മോളെ, ഇതിനെപ്പറ്റി അരുണിനോടോ അമ്മയോടോ പറയണ്ട കേട്ടോ, അയാൾ ഒരു ചിരിയാലെ പറഞ്ഞു. ശരി, ഞാൻ പറയില്ല പോരെ, അവൾ ഒരു കളിയാക്കിയ ചിരിയോടെ പറഞ്ഞു. അത് മോളെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അവർ വേറെന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് കരുതിയിട്ടാ. പിന്നെ എനിക്കാ നാണക്കേട്. ഇല്ലച്ചാ, ഞാൻ ആരോടും പറയില്ല കേട്ടോ. മിടുക്കി, അയാൾ അവളെ നോക്കി ചിരിച്ചു. അല്ലച്ചാ, പിന്നൊരു കാര്യം. എന്താ മോളെ, ചോദിക്കും. അല്ല, അച്ഛന് പേടിയൊന്നുമില്ലേ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാനൊക്കെ? അവളുടെ ചോദ്യം കേട്ട് അയാളൊന്ന് ചിരിച്ചു. ഓ, എന്തിനാ മോളെ പേടി? മുൻപ് ഓണം വിഷു ഒക്കെ വരുന്ന ദിവസങ്ങളിൽ കടയിൽ ഒരുപാട് പേര് തുണി തയ്പ്പിക്കാൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ അച്ഛൻ കടയടക്കുമ്പോൾ തന്നെ സമയം 12 മണിയോട് അടുത്തിരുന്നു. ഇപ്പോൾ പിന്നെ കടയിൽ പണ്ടത്തെ പോലെ ആ തിരക്കൊന്നുമില്ലല്ലോ. പലരും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങാൻ തുടങ്ങി. എങ്കിലും നല്ല നീറ്റായി ക്ലാസിക് സ്റ്റൈലിൽ സാധനം വേണ്ടവർ ഇപ്പോഴും വരുന്നു. ഹോ, രാത്രിയിൽ 12 മണിക്കൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പേടി തോന്നാറില്ല അച്ഛാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പേടിയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പേടി തോന്നാറില്ല മോളെ. പിന്നെ അന്ന് പലരുടെയും കയ്യിൽ ടോർച്ചൊന്നുമില്ലായിരുന്നു. ചൂട്ട കത്തിച്ചായിരുന്നു രാത്രി യാത്ര. അത് കേട്ട് അവൾ ഞെട്ടി. ആണോ അച്ഛാ? ഹോ, എൻ്റെ ദൈവമേ, ഞാനാണെങ്കിൽ പേടിച്ച് ബോധം കെട്ട് വീണേനെ. അത് കേട്ട് അയാൾ ചിരിച്ചു. മോള് സിറ്റിയിൽ ജനിച്ച് വളർന്നത് കൊണ്ടാണ് ഈ കാടും മരങ്ങളുമൊക്കെ കാണുമ്പോൾ ഇത്ര പേടി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭംഗിയാ, നല്ല രസമാണ് മോളെ. അല്ല അച്ഛാ, അപ്പോൾ അന്ന് പ്രേതമൊന്നും ഉണ്ടായിരുന്നില്ലേ രാത്രി കാലങ്ങളിൽ? മുൻപ് എൻ്റെ അമ്മൂമ്മ പറയാറുണ്ടായിരുന്നു, വൈദ്യുതി ലൈറ്റ് ചെറുതായി വരാൻ തുടങ്ങിയ കാലം വരേക്കും പ്രേതമുണ്ടായിരുന്നുവെന്നും നടന്നു പോകുന്നവരെ പേടിപ്പിച്ച് ഓടിക്കുമെന്നും. അത് കേട്ട് അയാൾ ചിരിച്ചു.
ഏയ്, ഞാനിതുവരെ ഒരു പ്രേതത്തെയും കണ്ടിട്ടില്ല മോളെ. അല്ലെങ്കിലും അച്ഛൻ്റെ മുന്നിൽ ഏത് പ്രേതം വരാനാ? അച്ഛൻ നല്ല ധൈര്യശാലിയല്ലേ എൻ്റെ മഹിമക്കുട്ടി. അയാൾ ഗമയോടെ തട്ടിവിട്ടു. ശരി ശരി. അവൾ അയാളെ ആകെ മൊത്തമായി നോക്കി ചിരിച്ചു. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നടന്നപ്പോൾ ആ ഇടവഴി എത്തി. റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ടുള്ള ഇരുവശങ്ങളിലും കാടൊക്കെ തിങ്ങി മൂടിക്കിടക്കുന്ന ആ ഇടവഴി. ആ വഴിയിലൂടെ നേരെയും വലത്തോട്ട് വളഞ്ഞും ഇടത്തോട്ട് വളഞ്ഞും പോയാൽ എത്തുന്നത് അവരുടെ വീടിൻ്റെ അടുത്താണ്. ആ വഴിയിലൂടെ പോയാൽ പെട്ടെന്ന് വീടെത്താമെന്ന് ചുരുക്കം. അവിടെ എത്തിയതും മഹിമയുടെ നടത്തം ഒന്ന് പതുക്കെയായി. അച്ഛൻ മുന്നിലും അവൾ പിന്നിലും. അയാൾ തിരിഞ്ഞു നോക്കി ഒരു ചിരിയാളെ ചോദിച്ചു, എന്താ മോളെ, പേടിയാവുന്നുണ്ടോ? അവൾ തലയാട്ടിക്കൊണ്ട് മോളെ, പേടിക്കണ്ടാട്ടോ, മോള് വാ, അച്ഛനില്ലേ കൂടെ, ഒന്നും പറ്റില്ല. എന്നാലും അച്ഛ, പേടിക്കേണ്ടെന്നേ. റോഡ് വഴി പോകാൻ നിന്നാൽ ചുറ്റി വളഞ്ഞ് കുറേ പോകണം. അപ്പോൾ ഈ വഴിയാണ് വളരെ എളുപ്പം. ധൈര്യമായിട്ട് വാ മോളെ. അങ്ങനെ പേടിച്ചാണെങ്കിലും അവൾ അയാളോടൊപ്പം നടന്നു. എന്നാലും അച്ഛ, ഇന്നെന്തോ ഒരു വല്ലാത്ത പേടി പോലെ. അതൊന്നും കാര്യമാക്കണ്ട മോളെ. റോഡ് വഴി പോകാൻ നിന്നാൽ ചുറ്റി വളഞ്ഞ് കുറേ പോകണം. അപ്പോൾ ഈ വഴിയാണ് എളുപ്പം. ധൈര്യമായിട്ട് വാ. അങ്ങനെ പേടിച്ചാണെങ്കിലും അവൾ അയാളോടൊപ്പം നടന്നു. അവർ ആ വഴിയിൽ കൂടി നടക്കവേ അയാൾ പറഞ്ഞു, മോളെ, നമ്മളിങ്ങനെ പേടിക്കാൻ പാടില്ലാട്ടോ. അത് നല്ലതല്ല. പ്രേതത്തിനെയും ചാത്തനെയും ഒന്നുമല്ല നമ്മൾ ആദ്യം പേടിക്കേണ്ടത്. ആദ്യം പേടിക്കേണ്ടത് മനുഷ്യരെയാണ്, കേട്ടോ? അത് കേട്ടപ്പോൾ മഹിമ ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അല്ല അച്ഛാ, അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് അച്ഛന് പ്രേതത്തിനെയും ചാത്തനെയും ഒന്നും പേടിയില്ല എന്നാണോ? ഇനിയിപ്പോൾ അവരൊക്കെ അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്നാലോ? അച്ഛൻ പേടിക്കില്ലേ? ഞാൻ പേടിക്കില്ല, അയാൾ പറഞ്ഞു. ഉവ്വ, പേടിക്കില്ലായിരിക്കും. അച്ഛൻ അപ്പോഴേക്കും ബോധം കെട്ടി വീണിട്ടുണ്ടായിരിക്കുമല്ലോ. അതും പറഞ്ഞ് അവൾ കളിയാക്കി ചിരിച്ചു. അവളുടെ കളിയാക്കൽ കേട്ട് അയാൾ അവളെ ആകെ മൊത്തമായി നോക്കി. എന്നിട്ട് പറഞ്ഞു, മോളെ, അച്ഛന് പേടിയൊന്നുമില്ലാട്ടോ. ഇനി മോള് പേടിക്കില്ലെങ്കിൽ അച്ഛൻ വേറൊരു സത്യം പറഞ്ഞോട്ടെ. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നു. അത് കണ്ട് അവളും അവിടെ നിന്നു. അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം മഹിമയെ ഒന്ന് നോക്കി. എന്താ അച്ഛൻ നോക്കുന്നേ? അയാളുടെ ഭാവം കണ്ട് അവൾക്ക് പേടി തോന്നാൻ തുടങ്ങി. മോളെ, പണ്ട് അച്ഛൻ ഇതുവഴി വരുമ്പോൾ ഇതിലും വലിയ കാടായിരുന്നു, ഘോരവനം പോലെ. പലതരം മൃഗങ്ങളും ഈ ജന്തുക്കളുമെല്ലാം വിലസി നടക്കുന്ന രാത്രിയിൽ ഒരിക്കൽ ഞാൻ അവളെയും കണ്ടു. അയാൾ കണ്ണുകൾ വട്ടമിട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞതും മഹിമ ഞെട്ടി. ആ തണുപ്പത്തും അവൾ പേടിച്ച് വിയർത്ത് വിക്കിക്കൊണ്ട് ചോദിച്ചു, ആരെ കണ്ടെന്ന്? അത് അവൾ തന്നെ, ഒരു യക്ഷി. പേരൊന്നും അറിയില്ല, ആരാ എവിടുന്ന എന്നൊന്നും അറിയില്ല. അവളുടെ പിന്നിലെ കഥയും അറിയില്ല. പലരും അവളെ കണ്ട് പേടിച്ചോടാറാണ് പതിവ്. എത്ര പേരുടെ ബോധം പോയിരിക്കുന്നു. അവളെ കണ്ട് പേടിച്ചോടിയവരിൽ എത്ര പേര് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട് എന്നറിയാമോ? ഇതൊക്കെ കേട്ട് മഹിമ പേടിച്ച് ഒന്നുകൂടി അയാളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അതുകണ്ട് അയാൾ ഒരു കളച്ചിരിയോടെ പറഞ്ഞു, മോള് പേടിക്കണ്ടാട്ടോ. അങ്ങനെ അവർ നടത്തം തുടർന്നു. അച്ഛാ, എന്നിട്ട് ബാക്കി പറ. പറയാം. അങ്ങനെ അന്ന് ഞാനിതുവഴി നടന്നു വരുമ്പോൾ ആ യക്ഷി ഇങ്ങനെ ചുമ്മാ ചിരിച്ചുകൊണ്ട് ഒരു വശത്ത് നിൽക്കുന്നു. അത് കണ്ട് ഞാൻ ആദ്യം അവളെ ഒന്ന് നോക്കി. കണ്ടാൽ അതിസുന്ദരി. പക്ഷേ ഞാൻ മിണ്ടാൻ പോയില്ല. പേടിയും തോന്നിയില്ല. ധൈര്യം സംഭരിച്ച് അവളുടെ മുന്നിൽ കൂടി ഒറ്റ നടത്തം. പിന്നിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടായിരുന്നു. അവൾ എന്നെ കുറേ വിളിച്ചു. പക്ഷേ അച്ഛൻ കുലുങ്ങിയില്ല മോളെ. തിരിഞ്ഞു നോക്കാതെ ഒറ്റ നടത്തം വീട്ടിലേക്ക്. ഹോ, അച്ഛനെ സമ്മതിക്കണം. എന്തൊരു ധൈര്യമാ. അല്ല പിന്നെ. ഇനിയും മോൾ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു അച്ഛനെക്കുറിച്ച്. അതും പറഞ്ഞ് അയാൾ ഗമയോടെ ചിരിച്ചു. അവൾ ആദരവോടെ അയാളെ നോക്കി ചിരിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവർ നടന്നു പോകുന്ന വഴിയുടെ വലതുഭാഗത്തെ കാട്ടിൽ കൂടി ആരോ നടന്നു പോകുന്നു. പുതപ്പ് കൊണ്ട് ദേഹമാകെ മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കറുത്ത രൂപം പതിയെ നടന്നു പോകുന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവർ അത് കണ്ടു. അച്ഛൻ പേടിച്ച് വിറക്കുന്നത് മഹിമ അത്ഭുതത്തോടെ നോക്കി. എന്താ അച്ഛാ ഇങ്ങനെ വിറക്കുന്നേ? മോളെ, അവിടെ ഭൂതം, അയാൾ പേടിച്ച് വിക്കിക്കൊണ്ട് പറഞ്ഞു. ഓ എൻ്റെ പൊന്നച്ഛ, അത് പ്രേതവും ഭൂതവും ഒന്നുമല്ല, ആരോ നടന്നു പോകുന്നതാ. പക്ഷേ ഇതെന്തിനാ കാട്ടിൽ കൂടി നടന്നു പോകുന്നേ? ഈ വഴിയിൽ കൂടി പോകാൻ പാടില്ലേ എന്നാ എൻ്റെ സംശയം. മോളെ, സംശയം ചോദിക്കാൻ പറ്റിയ ആളൊന്നുമല്ല അത്. അയ്യോ, എനിക്ക് പേടിയാവുന്നു മോളെ, എനിക്ക് വയ്യ. അച്ഛൻ മഹിമയുടെ കൈ പിടിച്ച് പേടിച്ച് വിറക്കാൻ തുടങ്ങി. ഹോ ദൈവമേ, യക്ഷിയൊക്കെ നേരിട്ട ആളല്ലേ അച്ഛൻ, എന്നിട്ട് ഇത് കണ്ട് പേടിക്കുന്നു.
ഇത് സാധാരണ മനുഷ്യനാണ് അച്ഛാ, ഉറപ്പാ. അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി ഉറക്കെ വിളിച്ചു, എടോ ആരാ? അത് കേട്ട് ആ രൂപം തിരിഞ്ഞു നോക്കി. അത് കണ്ടതും അച്ഛൻ പേടിച്ച് ഒറ്റ ഓട്ടം. മോളെ ഓടിക്കോ, അവിടെ നിൽക്കണ്ട, ഓടയെന്നും പറഞ്ഞ് അയാൾ ഒരേ ഓട്ടം. പിന്നെ അവിടെ മഹിമ തനിച്ചായി. അച്ഛൻ ഓടി വീട്ടിലെത്തി. കതകിൽ ചറപ്പറ മുട്ടി വിളിച്ചു. ഹോ, എന്താ മനുഷ്യ എന്നും ചോദിച്ച് അമ്മ കതക് തുറന്നു. അയാൾ പേടിച്ച് അകത്ത് കയറി. പ്രേതം, ഭൂതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ മനുഷ്യ നിങ്ങളീ പുലമ്പുന്നേ? പ്രേതവും ഭൂതവുമോ? മഹിമ എവിടെ? എടോ, എൻ്റെ മോളെവിടെയെന്ന് അമ്മ അയാളോട് ദേഷ്യത്തോടെ തട്ടിക്കയറി. പെട്ടെന്നാണ് മഹിമയുടെ ശബ്ദം. ഞാൻ ദേ വന്നു അമ്മേ. ഞാനല്ല, ഞങ്ങളെന്ന് പറ. പെട്ടെന്ന് അരുണിൻ്റെയും ശബ്ദം. മഹിമയും അരുണിനെയും ഒരുമിച്ച് കണ്ട് അച്ഛൻ അന്താളിച്ച് നോക്കി. അച്ഛൻ്റെ ആ നിൽപ്പ് കണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ, അമ്മേ, ഞങ്ങളുടെ ഒരു വലിയ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും 12 ദിവസം ലീവ് കിട്ടി. അതാ ഞാനിങ്ങ് വന്നത്. അപ്പോൾ വരുന്ന വഴി ഇവളെയും അച്ഛനെയും കണ്ടു. അപ്പോൾ ഇവരെക്കാൾ മുൻപിൽ വീട്ടിലെത്തി ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വഴി മാറി കാട്ടിലൂടെ വന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പുതപ്പം പുതച്ചു എന്നേയുള്ളൂ. പക്ഷേ അച്ഛൻ എന്നെ കണ്ട് പ്രേതം, ഭൂതം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചോടി. അത് കേട്ട് അമ്മയ്ക്ക് ചിരി പൊട്ടി. എല്ലാം കേട്ട് ഒരു ഇളിയോടെ ചമ്മി നിൽക്കുന്ന അച്ഛനെ നോക്കി മഹിമ പറഞ്ഞു, ഹോ, വലിയ യക്ഷിയെയും ചാത്തനെയും ഒക്കെ നേരിട്ട ആൾക്കാർ ചെറിയൊരു ഭൂതത്തെ കണ്ടപ്പോൾ പേടി. അത് കേട്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു.